നമസ്കാരം. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികൾ അനുഭവിച്ചിട്ടുള്ള ദുരിതം ചെറുതൊന്നുമായിരുന്നില്ല. ഒന്നാം റാങ്ക് വാങ്ങിയിട്ടും ജോലി കൊടുക്കാതെ തെരുവിൽ മുട്ടിലിഴച്ചും തലകുത്തി നിർത്തിച്ചും പാവം ഉദ്യോഗാർത്ഥികളെ കൊണ്ട് പിണറായി സർക്കാർ എല്ലാവിധ സമരമുറകളും അഭ്യസിപ്പിച്ചു. തങ്ങളെ ചോദ്യം ചെയ്ത ഉദ്യോഗാർത്ഥികളോട് അന്ന് ഭരണകൂടം പരോക്ഷമായി പറഞ്ഞത് ഒന്നേ ഉള്ളൂ: ഞങ്ങൾ നിങ്ങൾക്ക് ജോലി തന്നാൽ നിങ്ങൾ ഓഫീസിലിരുന്ന് മടിയന്മാരാകും, അതുകൊണ്ട് നിങ്ങളെ മികച്ച സമര പോരാളികളാക്കി മാറ്റുക എന്ന വലിയൊരു നന്മയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്തായാലും അന്നത്തെ സർക്കാരിന്റെ ആ കടുംപിടുത്തം കാരണം സെക്രട്ടേറിയറ്റ് പടിവാതുക്കൽ സമരം ചെയ്ത് തഴമ്പിച്ച ലക്ഷക്കണക്കിന് യുവാക്കളാണ് നാട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ഭരണം മാറി VD സതീശൻ സർക്കാർ അധികാരമേറ്റതോടെ കഥ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. മുൻ സർക്കാർ ഉദ്യോഗാർത്ഥികളോട് ചെയ്തിട്ടുള്ള എല്ലാ ദ്രോഹങ്ങളും ഒന്നൊന്നായി തിരുത്തി കുറിക്കുകയാണ് പുതിയ മുഖ്യമന്ത്രി. വർഗീയ ശക്തികൾക്കും സ്വന്തക്കാരുടെ ശുപാർശകൾക്കും വഴങ്ങാത്ത VD സതീശന്റെ ഈ പുതിയ ഭരണം പാവം റാങ്ക് ഹോൾഡർമാർക്ക് വലിയൊരു നന്മയായി മാറിയിരിക്കുന്നു. പഴയ സർക്കാരിന്റെ കാലത്ത് സമരം ചെയ്തും അടുത്ത ഉദ്യോഗാർത്ഥികളോട് സതീശൻ സർക്കാർ ഇപ്പോൾ സ്നേഹത്തോടെ പറയുന്ന ഇതാണ്: നിങ്ങൾ പണ്ട് പഠിച്ച സമരമുറകളൊക്കെ ഇനി മറന്നേക്കൂ. കയ്യിലുള്ള ഇരുമ്പ് പാരയും തുമ്പയും ഒക്കെ താഴെയിട്ട് നേരെ ഓഫീസുകളിലേക്ക്, കസേരകളിലേക്ക് വന്നിരിക്കൂ. മുൻ സർക്കാർ മുക്കിക്കളഞ്ഞ റാങ്ക് ലിസ്റ്റുകൾ പുനരുജ്ജീവിപ്പിക്കാനും അർഹതപ്പെട്ടവർക്ക് കൃത്യമായി നിയമനം നൽകാനും പുതിയ സർക്കാർ കാട്ടുന്ന ഈ ആർജവം തന്നെയാണ് ഈ നാടിന് ലഭിച്ച ഏറ്റവും വലിയ നന്മ. മുമ്പ് തങ്ങളെ തെരുവിൽ തല്ലിച്ചതച്ച ഗവൺമെന്റ്മാർക്കും അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തവർക്കുമെതിരെ ശക്തമായ നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ പീഡനം അനുഭവിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അത് ഇരട്ടി മധുരമാകുന്നുണ്ട്. ചുരുക്കത്തിൽ ഉദ്യോഗാർത്ഥികളെ തെരുവിലെ പോരാളികളാക്കി മാറ്റിയ പഴയ സർക്കാരിന്റെ അനങ്ങാപ്പാറ നന്മ അവസാനിപ്പിച്ച് അവർക്ക് അർഹതപ്പെട്ട ജോലി നൽകി പേനയും ഫയലും കയ്യിലേൽപ്പിക്കുന്ന സതീശൻ സർക്കാരിന്റെ ഈ യഥാർത്ഥ നന്മയെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഇനി യുവാക്കൾക്ക് സെക്രട്ടേറിയറ്റ് പഠിക്കലല്ല, സ്വന്തം ഓഫീസിലിരുന്ന് നാടിനെ സേവിക്കാം. മുട്ടയടിക്കേണ്ടി വരില്ല, പുല്ല് തിന്നേണ്ടി വരില്ല, വൈക്കോലിൽ കിടന്നുറങ്ങേണ്ടി വരില്ല, വെയിലും മഴയും ഏറ്റ് നരകിക്കേണ്ടി വരില്ല. ഇനി അഥവാ അത്തരത്തിൽ ഒരു സമരമുറയിലേക്ക് വിദ്യാർത്ഥികളെ വീണ്ടും ഇറക്കി വിട്ടാൽ ഈ സർക്കാരിനും പിന്നെ നിലം തൊടേണ്ടിയും വരില്ല. അത് VD സതീശൻ സർക്കാരിന് നന്നായിട്ട് അറിയാമെന്നാണ് തോന്നുന്നത്. കാരണം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുന്നു. ഇനി അർഹതയുള്ളവർക്ക് നിയമനം. മാത്രമല്ല, മന്ത്രിസഭ ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്, എവിടെയെങ്കിലും ഒരു ഒഴിവ് വന്നാൽ അത് 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നാണ്. അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉടൻ നിയമനം നടത്തിയിരിക്കണം എന്നാണ്. വലിയ ഒരു മാറ്റമാണ്. ആ മാറ്റം ഈ സമൂഹത്തിലെ തൊഴിലില്ലാത്ത, അർഹതയുള്ള അനവധി ചെറുപ്പക്കാരുടെ, ഉദ്യോഗാർത്ഥികളുടെ ആശ്രയം കൂടിയാണ്, അവരുടെ പ്രതീക്ഷയും കൂടിയാണ്. Different angles. Don't forget to subscribe and support this channel.